നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്ന് ക്ഷീണിക്കണ്ട, ചെല്ല്. എനിക്കിട്ട് വെക്കാവുന്ന ആപ്പൊക്കെ വെച്ചിട്ട് നിങ്ങൾ ധൃതിയിൽ എങ്ങോട്ടാ? മാറി നിക്ക്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ എനിക്ക് സംസാരിക്കണമല്ലോ. എന്നെ എവിടുന്ന് കെട്ടിക്കാൻ നീ കുറെ ശ്രമിച്ചല്ലേ? എന്നിട്ട് എന്തായി? പവനായി വെറും ശവമായി. നമുക്ക് കാണാം. കാണാം. നിന്റെ ഭാവനയില് നീ വലിയ ഷെർലക് ഹോംസ് ആയിരിക്കും. എന്നാല് എന്റെ പിന്നാലെ മണം പിടിച്ചു വന്ന പിന്നെ നീ എന്നല്ല ആരും ഇവിടെ ജീവനോടെ കാണില്ല. ഭീഷണിയാ? ഭീഷണിയല്ല, ഒരു ചെറിയ സത്യം പറഞ്ഞതേ ഉള്ളൂ. ഓ, നിനക്ക് പിന്നെ ഒരുപാട് സംരക്ഷകരുണ്ടല്ലോ. പ്രേതമായി, ഭൂതമായി, പിന്നെ ഭർത്താവിനെ കൊന്ന് ഹൃദയം പറിച്ചെടുത്തവനാണല്ലോ മുഖ്യ സംരക്ഷകൻ. ഒരു പ്രാവശ്യം ഈ അടി ഞാൻ കൊണ്ടു. ഇനി ഒരിക്കൽ കൂടി ഈ കയ്യോ ഈ നാക്കോ എന്റെ നേരെ പൊങ്ങിയ വെച്ചേക്കില്ലടി നിന്നെ. അമ്മേ, എന്താ? അച്ഛൻ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? അച്ഛന് പറയാനുള്ള കാര്യം അച്ഛനല്ലേ അറിയത്തുള്ളൂ. അതെനിക്കെങ്ങനെ അറിയാം? അമ്മ തമാശ കളിക്കുവാണോ? അമ്മ മൊത്തത്തില് തമാശയാണല്ലോ. മനോഹരന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ നീ പോയി ചോദിക്കുമോളെ. നിന്റെ അച്ഛനല്ലേ? അതെ, അച്ഛന് മോളോട് പറയാനുള്ളത് ചിലപ്പോ ഗൗരവമുള്ള കാര്യമായിരിക്കും. അത് നിങ്ങൾ അച്ഛനും മോളും തമ്മിൽ സംസാരിച്ചാ മതി. എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. പാർവതി അറിയാതെ ഒരു കാര്യവും മനോഹരൻ ചെയ്യത്തില്ലല്ലോ. എന്തെങ്കിലും കൊനിഷ്ടാണോടി? അമ്മയുടെ മനസ്സിൽ പിന്നെ അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ കൊനിഷ്ടാണെന്ന്. അമ്മയുടെ മകനല്ലേ, അമ്മ പോയി മോനോട് ചോദിക്കേ എന്താ കാര്യമെന്ന്. മനോഹരേട്ടനോട് ചോദിക്കാൻ അമ്മയ്ക്ക് എന്താ എത്ര ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാനേ അടിച്ചു വളർത്തിയ എന്റെ മോന. പിന്നെ എന്ന് നിന്റെ ചേലത്തുമ്പിൽ അവനെ കെട്ടിയിട്ടോ അമ്മ അവൻ എന്റെ കയ്യിൽ നിന്ന് പോയി. ഇത്രയും കാലായില്ലേ അമ്മ ഇത് പറഞ്ഞു തുടങ്ങിയിട്ട്? ഒന്ന് നിർത്ത്. മകൻ കെട്ടി, കൊച്ചുമോള് കെട്ടാറായി നിൽക്കുന്നു. ആ മര്യാദയെങ്കിലും അമ്മ കാണിക്കണ്ടേ? അയ്യോ, എന്നിട്ട് നിന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും ഇല്ലല്ലോ. നീയും എന്റെ മോനെ അച്ചിക്കൊന്നിനും തമ്മിൽ രഹസ്യം. എന്റെ കൊച്ചിന് പോലും അറിയത്തില്ല എന്താണെന്ന്. അമ്മയോട് ഒന്നും പറഞ്ഞില്ലേ അച്ഛൻ? ദേ, മോന്തക്കിട്ട് തന്നാലുണ്ടല്ലോ. നീ പോയി അച്ഛനോട് ചോദിക്കടി, നിന്നോട് പറയാനുള്ളത് എന്താന്ന്. ഞാൻ ചോദിക്കാം, എനിക്കാരും പേടിയൊന്നുമില്ല. അച്ഛൻ ചിലത് അവളോട് പറയാൻ പോവുക. എന്റെ കുഞ്ഞിനത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അത് മനസ്സിലാക്കാൻ എന്റെ മോൻ സഹായിക്കണം. നീ അവളുടെ ഉള്ളിലിരുന്ന് പറയണം.
അച്ഛാ. ആ മോള് വന്നോ? അല്ല, അച്ഛൻ എന്നോടെന്തോ പറയാനുണ്ടെന്ന്. അച്ഛന് പറയാനുണ്ട് മോളെ. പറയാനുള്ളത് മോളുടെ ഭാവിയെക്കുറിച്ചും എന്റെ മോളുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെയാ. അച്ഛൻ പറയേ. ഈ ശരത്തെന്ന് പറഞ്ഞ വ്യക്തിയെ മോക്കെങ്ങനെയാ പരിചയം? അതെന്തിനാ അച്ഛ ഇപ്പൊ ഒന്നേന്ന് ചോദിക്കുന്നത്? പരിചയം ഉണ്ടായി, പരസ്പരം ഇഷ്ടപ്പെട്ടു, ശരത്തേട്ടനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ശരത്തേട്ടൻ വീട്ടിൽ തുണ്ടം തുണ്ടോ ആക്കേണ്ടവനാ അവൻ. അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? മോളെ, അച്ഛൻ പറയുന്നത് മോളൊന്ന് മനസ്സിലാക്കുക. അവൻ നല്ല ഒന്നാം തരം കള്ളന. എത്ര അനുഭവമുണ്ട്. അവൻ അച്ഛനെയും അമ്മയും വാടകയ്ക്ക് എടുത്തോണ്ട് വന്നില്ലേ? ഈ വീട്ടിൽ ദേവികയുടെ മുറിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്ത് പോലീസ്. അവന്റെ മുറിയിൽ നിന്നും പണം കണ്ടുപിടിച്ചില്ലേ പോലീസ്? അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അവൻ എവിടെ പോകുന്നു, ആരാ, എന്താ ഒന്നും അറിയത്തില്ലല്ലോ. നീ അവന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് പോകും. നാളെ നീ ഒരു കേസിൽ പ്രതിയാകില്ലെന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു കേസ് വന്നാ ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ കിടക്കും. എന്തായാലും ശരത്തേട്ടനെ വിട്ട് എനിക്കൊരു ജീവിതം ഇല്ല. ജന്മം നൽകിയ അച്ഛനല്ലേ ഞാൻ? എന്നെക്കാൾ വലുതാണോ ശരത്ത്? അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം വേറെ. പക്ഷേ ശരത്തേട്ടൻ എനിക്ക് 100% വിശ്വാസമുള്ള ഒരാളാണ്. എന്നെ അതുപോലെ കൊണ്ടു നടക്കുന്ന ഒരാള്. ഈ അച്ഛൻ കൈവെള്ളയിലല്ലേ കൊണ്ടു നടന്നിട്ടുള്ളത് അല്ലേ? അച്ഛന്റെ കൈ പിടിച്ചല്ലേ എന്റെ പൊന്നുമോള് പിച്ച വെച്ച് നടന്നിട്ടുള്ളത്. അച്ഛാ, അത് പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയല്ലേ? എന്ന് വെച്ച് ഒന്നുമില്ല. ഭാവിയിൽ കൈ പിടിക്കേണ്ടത് അർഹതയുള്ള കൈകളിലായിരിക്കണം. പക്ഷെ നീ ഇപ്പൊ പിടിച്ചിരിക്കുന്നത് ഒരു കള്ളന്റെ കയ്യില. കള്ളനെന്ന് പറഞ്ഞാലും ഒരു മാന്യതയുണ്ട്. പക്ഷെ ഇവൻ ഒന്നും ചതിച്ച് ജീവിക്കുന്ന ഒരാളാ. അച്ഛൻ ഒന്ന് നിർത്ത്. സുധിയേട്ടന്റെ അസ്ഥിത്തറയ്ക്ക് മുന്നിൽ വെച്ചായതുകൊണ്ടാ ഞാൻ ഒന്നും പറയാത്തത്. അച്ഛന് പറയാൻ ഒന്നേ ഉള്ളൂ, ശരത്ത് ഈ വീട്ടിൽ നിന്ന് മാറണം. ഒക്കെ അച്ഛൻ വേറെ നല്ല കല്യാണം ആലോചിക്കാൻ പോവാ. നല്ല കാര്യം. ശരത്തേട്ടനെ ഈ വീട്ടിൽ നിന്ന് മാറത്തില്ല. ചിലപ്പോ അച്ഛൻ മാറ്റുമായിരിക്കും, പക്ഷെ വേറൊരു കല്യാണം എനിക്കോ? ഈ വീടിന്റെ ഉമ്മറത്ത് ഉത്തരത്തില് കഴുത്തില് കുരുക്കിട്ട് തൂങ്ങി നിൽക്കുന്നത് അച്ഛൻ കാണും.